പെട്ടെന്ന് എന്നോട് ഇഷ്ടത്തോടെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ സന്ദീപിനെ കുറച്ച് മടിയുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാനും പറ്റും. സാവധാനം മതി. എന്നോട് എപ്പോ സംസാരിക്കണമെന്ന് തോന്നിയാലും സന്ദീപിന്റെ ഒരു വിളിക്കപ്പുറം അനക്കയുണ്ടാവും. ഇനി എന്നും. എന്നാ ഞാൻ പോട്ടെ. ആദ്യമായിട്ടാ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ സന്ദീപിന്റെ മുന്നിൽ നിന്നും ഈ മുറിയിൽ നിന്നും പോകുന്നേ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായത്. മരണക്കിടക്കയിലും ഞാൻ ഓർക്കുന്ന പ്രിയപ്പെട്ട ദിവസം. ഒരാളെയും വിട്ടുപോകരുത്. ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ടാവണം വിവാഹത്തിന്. നിങ്ങളുടെ വിവാഹം നടത്തിയതിനേക്കാൾ ആർഭാടത്തിൽ വേണം സന്ദീപിന്റെയും വിവാഹം നടത്താൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, അനഘയ്ക്ക് നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും സ്വന്തം എന്ന് പറയാൻ അവന്തിക മാത്രമേ ഉള്ളൂ. അനഘയ്ക്കും അവന്തികയ്ക്കും തോന്നരുത് അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായി വിവാഹം നടത്തുമായിരുന്നുവെന്ന്. ആ കുറവ് നമുക്ക് നികത്താനാവാത്തതാണെങ്കിലും അവരുടെ മുഖത്ത് മങ്ങലേൽപ്പിക്കുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. എന്റെ നന്ദനുണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ സന്തോഷമായനെ. എല്ലാത്തിനും മുമ്പിൽ കാണുകയും ചെയ്യുമായിരുന്നു. ആ വിധിയെല്ലാം തൽക്കാലം മാറ്റിവെക്കല്ലേ നിവൃത്തിയുള്ളൂ. ഇത് കഴിഞ്ഞ ഉടനെ സ്നേഹയ്ക്കും നമുക്കൊരു പയ്യനെ കണ്ടുപിടിക്കണം. ഇനി അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആലോചിക്കാൻ. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് നടത്തി കൊടുക്കണം. പരസ്പര ഇഷ്ടത്തോടെ കൂടെ ജീവിക്കേണ്ടവരെ അവരവർ തന്നെ കണ്ടുപിടിക്കുന്നത് നല്ലത്. പിന്നെ ആ ആനുകൂല്യം എന്താ അച്ഛാ സന്ദീപിനോട് കാണിക്കാത്തത്? സന്ദീപിനോട് അച്ഛന് ചോദിക്കായിരുന്നില്ലേ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? ഞാൻ ചോദിച്ചല്ലോ. ജർമ്മനിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചിരുന്നു, അവിടെ ആരെങ്കിലും നോക്കി വെച്ചിട്ടാണോ നീ വന്നതെന്ന്. ഇല്ലെന്നായിരുന്നു അവന്റെ മറുപടി. അത് കുറെ കാലം മുന്നേ അല്ലേ അച്ഛാ? ഇപ്പൊ അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? സന്ദീപിനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. നമുക്ക് അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. അവന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെങ്കൊച്ച. അവളിപ്പോ എവിടെയാണെന്നോ വിവാഹം കഴിഞ്ഞോ എന്നോ ഒന്നും അവനറിയില്ല. നമുക്ക് അന്വേഷിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ വേണ്ടാന്ന് അവൻ തന്നെ പറഞ്ഞു. അതെന്നായിരുന്നു? നിന്റെ വിവാഹ സമയത്താണെന്നാ എന്റെ ഓർമ്മ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ ഇത്രയും മാസമല്ലേ ആയുള്ളൂ. ഇതിനകത്തിനി അവൻ ആരെ സ്നേഹിക്കാനാ? അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ മുൻപത്തെ ഇഷ്ടം പറഞ്ഞ പോലെ അവൻ എന്നോട് ഇതും പറയില്ലായിരുന്നോ? അവന് വിധിച്ചിട്ടുള്ളത് അനഘ തന്നെയാണ്. അത് നമ്മൾ തീരുമാനിക്കുന്നതിന് മുന്നേ ഈശ്വരൻ അവരുടെ രണ്ടുപേരുടെയും തലയിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. മക്കളെ മനസ്സിലാക്കാത്ത ഒരു മൂരാച്ചി അച്ഛനൊന്നും അല്ല ഞാൻ. നിന്നോട് ഞാൻ വിവാഹത്തിന് മുമ്പ് എനിക്കത് ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നീ കാടാറ് മാസം നാടാറ് മാസമായിട്ട് ജീവിച്ചതുകൊണ്ടാ എനിക്കത് പറ്റാതിരുന്നത്. ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നീ നിന്റെ ഭാര്യയായിട്ട് ഒത്തുപോകുമെന്ന്. പിന്നീട് ഈ നിൽക്കുന്ന മോളെ ശരിക്കും അറിഞ്ഞപ്പോഴാണ് ആ പേടി മാറിയത്. സന്ദീപിന്റെ ആതിരയുടെ കാര്യം ഇപ്പൊ തന്നെ അച്ഛനോട് പറയണം. അച്ഛാ. എന്താടാ? എന്നാ ഞങ്ങള് പോട്ടേന്ന്. സന്ദീപിന്റെ അനഘയുടെയും കല്യാണ ലെറ്ററാ. നിങ്ങൾക്ക് ആരെയെന്ന് വെച്ചാൽ വിളിക്കാം. തികഞ്ഞില്ലെങ്കിൽ ബാക്കി ഞാൻ സ്നേഹയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവളിൽ നിന്ന് വാങ്ങിയാൽ മതി. ആദ്യ ലെറ്ററും കൊണ്ട് പോയി ക്ഷണിച്ചത് മോളുടെ വീട്ടിൽ തന്നെയാ. എല്ലാവരോടും തലേ ദിവസം തന്നെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ നിങ്ങൾ ചെല്ലേ. സച്ചേട്ടാ വാ പോവാം. നിക്ക്, അച്ഛനോടെല്ലാം പറഞ്ഞിട്ട് പോ. നിങ്ങൾ പോയില്ലായിരുന്നു?
സച്ചേട്ടൻ എന്തേ കാണിക്കുന്നേ? താൻ എന്നെ തടഞ്ഞെന്തിനാ? ഞാനല്ലേ ഇപ്പൊ അച്ഛനോട് പറയാറുന്നല്ലോ. എന്നിട്ട് സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അച്ഛനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കാന്ന് സച്ചേട്ടൻ അറിയോ? എന്നാ എനിക്കറിയാം. അച്ഛൻ സന്ദീപിനെ വിളിച്ച് ചോദിക്കും ഉള്ളതാണോന്ന്. അവൻ പറയുന്ന മറുപടി എന്താന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആലോചിച്ച സച്ചേട്ടനും മനസ്സിലാവും അതെന്താണെന്ന്. ഈ അവസ്ഥയിൽ അവൻ ആതിരയായിട്ട് ബന്ധമില്ലെന്നല്ലേ അവൻ പറയൂ. അവിടെ തീരും സകലതും. അപ്പോ ഇതൊരിക്കലും ആരോടും പറയരുതെന്നാണോ അർച്ചന പറഞ്ഞു വരുന്നേ? അല്ല, പറയണം. എല്ലാവരും അറിയിക്കുകയും വേണം. അത് ഇപ്പൊ വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. എടോ, പിന്നത് എപ്പോ? വിവാഹ തീയതി നിശ്ചയിച്ച് കല്യാണക്കുറി അടിച്ച് നാടാകെ വിളിച്ചു തുടങ്ങി. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ എവിടെ പോയി നിൽക്കുമെന്ന് തനിക്കിപ്പോ വല്ല ഊഹമുണ്ടോ? സന്ദീപിന്റെ കാര്യം താൻ വിട്ടേക്ക്. അതുപോലാണോ ആതിരയുടെ കാര്യം? ആ പെൺകുട്ടി ഇതെങ്ങനെ സഹിക്കുമെന്ന? അന്ന് അവന്റെ ഇഷ്ടത്തിന് നമ്മൾ ആ വിവാഹം നടത്തിക്കൊടുത്തു. ഇന്ന് അവന്റെ ഇഷ്ടത്തിന് പിരിച്ചു മാറ്റാൻ കാമുകന്മാരല്ല അവര്, ഭാര്യയും ഭർത്താവുമാണ് അവര്. എന്നെയും തന്നെയും പോലെ. അവന് തോന്നുമ്പോ ഓരോന്ന് കാണിക്കാനുള്ളതല്ല ജീവിതം. അറിഞ്ഞോണ്ട് ഞാനും താനും അതിൽ പങ്കാളികളാ. അപ്പോ നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം എങ്ങനെ അവന്റെ ഇഷ്ടത്തിന് നടത്തും? അനിയനായി പോയി ഇല്ലേ? സച്ചേട്ടാ, സച്ചേട്ടൻ ഈ സമയത്ത് ദേഷ്യപ്പെട്ടിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടുപിടിച്ചാലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരൂ. അവൻ അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടോ തന്നോടോ പറഞ്ഞൂടെ? ആതിരെ വേണ്ടെന്നും അനക്കെ മതിയെന്നും അല്ലാതെ അവനിപ്പം മറ്റൊന്നും പറയുന്നില്ലല്ലോ. 2 മിനിറ്റ് അവനോട് സംസാരിച്ച അവസാനം അടി കൊടുക്കേണ്ട രീതിയിലാ അവന്റെ സംസാരം. അവനീ കാണിക്കുന്നത് വഴി ആതിരെ മാത്രമാണ് അവൻ ചതിക്കുന്നത്, നമ്മളെയും കൂടിയല്ലേ? ഞാൻ അവനോട് ഒന്നുകൂടി ചോദിക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീഴുന്ന എന്ത് പ്രശ്നം അവനുള്ളതെന്ന്. ഞാൻ അവനെ കൊണ്ട് പറയിച്ച് തിരിച്ചു വരും. സച്ചേട്ടാ, ഇപ്പൊ അവനോടൊന്നും ചോദിക്കണ്ട. നമ്മൾ കൂടുതൽ ദേഷ്യം കാണിച്ചാ അവന് വാശി കൂടെ ഉള്ളൂ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് ഒരു അവസരം കൂടി സച്ചേട്ടൻ താ. താൻ പോയി സമാധാനത്തിൽ പറഞ്ഞാലൊന്നും അവൻ കേക്കില്ല അർച്ചന. വീണ്ടും എന്തിനാ അവന്റെ മുമ്പിൽ പോയി നാണം കിടുന്നത്? സച്ചേട്ടാ, ഞാൻ ഒന്നുകൂടി അവനോട് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. വാ, ഇവിടെ ഇരിക്ക. എനിക്ക് ഉറപ്പുണ്ട് അവനോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനും തീരുമാനം ഉണ്ടാവുന്നു. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സഗമദാമപ സഗമദാമപ പസനിരി നിസപദ പസനി സപദ ദാമപ ദാമപ. ആന്റി ആന്റി എന്തിനാ കരയുന്നേ? ഏയ്, ആന്റി കരഞ്ഞില്ലല്ലോ. അത് വെറുതെ. ദേ കണ്ണു നിറഞ്ഞിരിപ്പുണ്ടല്ലോ. അത് കണ്ണില് പൊടി പോയതാ. ആന്റി സന്ദീപങ്ങള് പിണക്കത്തിലാണോ? പിന്നെ സന്ദീപങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ആന്റിയോട് ഒന്നും മിണ്ടിയില്ലല്ലോ. സന്ദീപങ്ങള് ആ അനഘ ആന്റിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ? അവര് തമ്മിൽ ഒരു മാച്ചും ഇല്ല. നിങ്ങള് തമ്മിലാ മാച്ച്. സന്ദീപങ്ങള് ആന്റിയെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് അന്ന് എന്നെ ആന്റി പറ്റിച്ചതല്ലേ?
പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ആ ചെക്കന്റെ ഉള്ളിലിരിപ്പ് ഇത് തന്നെയായിരുന്നല്ലോ. എന്തോ കൈവിഷം ഉള്ളിൽ കൊടുത്തെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഓരോന്ന് പറയാതെ മീരെ, അതൊന്നും ഇക്കാലത്ത് ആരും വിശ്വസിക്കുന്ന പോലുമില്ല. എങ്കിൽ വിശ്വസിക്കണം. അതെങ്ങനെ? കാജാ ബോർഡിലെ പ്ലാവരത്തെ ചാന്ദിനിയോട് സംസാരിച്ചു എന്ന് ഞാനും ആവണിയും ആണയിട്ട് പറഞ്ഞിട്ടും വിശ്വസിക്കാത്തവരല്ലേ നിങ്ങള്? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പെട്ടെന്ന് ചെക്കന്റെ സ്വഭാവം മാറിയത്. എന്ന് നിന്നോടാരാ പറഞ്ഞത്? മുമ്പ് അവൻ അവളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതായിരുന്നല്ലോ. ഈ തവണയെങ്കിലും അതൊരു കുഴപ്പമില്ലാതെ അങ്ങ് നടന്നാ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മക്കളെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ ആ അനഘയും. ആ, എത്രയെന്ന് പറഞ്ഞാ ഈ വിവാഹത്തിന്റെ പേരിൽ കരയുന്നത്? അതൊക്കെ അവരവരുടെ വിധിയല്ലേ മാഷെ. അച്ചു ആ വീട്ടിൽ മരുമകളെ പോയതും ആതിരയ്ക്ക് അവിടേക്ക് പോകാൻ പറ്റാത്തതും അതേ വിധി തന്നെയാണ്. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആതിര അതൊക്കെ മറന്ന ലക്ഷണമാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുത്. ഞങ്ങളൊന്നും പറയുന്നില്ലേ. എന്തായാലും ഈ വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് നാളെ രാവിലെ വരും മൂത്ത പെങ്ങളും അളിയനും കൂടി ഇത് മുടക്കാന്നും പറഞ്ഞോണ്ട്. അപ്പൊ അവരോട് ഇത് തന്നെ പറയണം. ആ, പറഞ്ഞോളാം. ഡാ, വിവാഹത്തിന് ഇനി 2-3 ദിവസമേ ഉള്ളൂ. എങ്ങനെയാ വെറും കൈയോടെ അവിടെ ചെന്ന് കയറുന്നത്? എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? എന്റെ പെൻഷൻ വരാനുള്ള സമയമായിട്ടില്ല. എൻ്റെ കയ്യിൽ ചിട്ടി പിടിച്ച കുറച്ച് പൈസ ഉണ്ടച്ചാ. ആവണി മോൾക്ക് സ്വർണ്ണം എന്തെങ്കിലും വാങ്ങാൻ കരുതി മാറ്റി വെച്ചതാ. ആ, ഇനിയിപ്പോൾ അതെടുക്കാം. പിന്നെ ഞാൻ വരുന്ന കാര്യം പറയാം. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ മറിയുമ്പോ അപ്പ വരും ഓരോന്ന്. ഒന്നുകിൽ ആശുപത്രി, അല്ലെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും. ആ ചെലവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു വലിയ ചെലവ് വരാനുണ്ട്. അർച്ചനയുടെ ടൂറ് പോയപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഒരു കുഞ്ഞിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേന്ന്. അർച്ചനയുടെ സംസാരം കേട്ടിട്ടെ ഉടനെ പലഹാരങ്ങൾ വാങ്ങി അങ്ങോട്ട് പോകേണ്ടി വരും. 7-ാം മാസം വിളിച്ചുകൊണ്ട് വരണം. ഇപ്പോഴേ അതിനുള്ള പൈസയൊക്കെ കരുതി വെച്ചോ. അത് അപ്പോഴുള്ള കാര്യമല്ലേ മീരെ. അപ്പൊ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആവണി മോളും ആതിരി എവിടെ മോളെ? നെല്ലിശ്ശേരിയിലുള്ളവര് പോയപ്പോ മുതൽ ആ മുറിയിൽ തന്നെയാ. തത്ത ചീട്ടെടുക്കാൻ കൂട്ടിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വരും, തിരിച്ചു പോവും. അത് പതിവാണല്ലോ. കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല. വിഷമം കാണും. സ്നേഹിച്ചതല്ലേ. ഈ വിവാഹം കഴിയുന്നതോടെ അതങ്ങ് മാറും. ഈ പറഞ്ഞ വിഷമമൊന്നും ആ ചെക്കൻ ഇവിടെ വന്നപ്പോ കണ്ടില്ലല്ലോ. വലിയ വലിയ വീട്ടിലെ ചില ചെക്കന്മാരങ്ങനെയാ. എല്ലാം ഒരു ടൈം പാസാ. ഇവിടെ ഉള്ളവള് ഭയങ്കര സീരിയസ് ആയിപ്പോയി. അതായി ഈ വിഷമവും കരച്ചിലും ഒക്കെ. അതൊക്കെ തനിയെ മാറിക്കോളും. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് ആതിര വിഷമിച്ചൊന്നും പറയണ്ട. മോളുടെ മനസ്സിലെന്താണെന്ന് ഏട്ടനറിയാം. സന്ധ്യവല്ലാതെ ഈ ലോകത്തിൽ നീ ആരെ സ്നേഹിച്ചിരുന്നെങ്കിലും അത് ഏട്ടൻ ഒരു എതിർപ്പും പറയാതെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമായിരുന്നു. നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഈ ഏട്ടൻ തെറ്റുപറ്റി. എങ്കിലും ഈശ്വരാധീനം കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും അതുപോലൊരു പരീക്ഷണത്തിന് ഈ ഏട്ടന് വയ്യ മോളെ. മോള് ഈ ഏട്ടനോട് ക്ഷമിക്കണം.
ഹലോ, സുഖമാണോ സന്ദീപേ? അപ്പൊ നമ്മൾ പറഞ്ഞ കരാറിന് ഇനി 2 ദിവസം, 2 ദിവസം. അത് കഴിഞ്ഞ നിന്റെയും ആ പെങ്കൊച്ചിന്റെയും കല്യാണ മാമാങ്കം. മിടുക്കനാ നീ. സ്വന്തം കുടുംബത്തോടും കുടുംബത്തിലുള്ളവരോടും സ്നേഹവും കരുണയും ഒക്കെ ഉള്ളവൻ. അതല്ലേ ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും ഇപ്പോഴും ബാക്കിയുള്ളത്. നിങ്ങൾ എന്തിനാ എന്നോട് ഇത്ര ക്രൂരത കാണിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ നിന്റെ അച്ഛനാ. കേൾക്കണോ നിനക്ക്? നിന്റെ അച്ഛനും മൂത്ത ജ്യേഷ്ഠൻ നന്ദനും എന്നോട് കാണിച്ചതൊക്കെ. ഒരുമിച്ച് ബിസിനസ് ചെയ്തിട്ട് കോടികളുടെ കടബാധ്യത എന്റെ തലയിൽ കെട്ടിവെച്ചു. കേസിൽ കുടുക്കി എന്നെ ജയിലിലിട്ടു. എന്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയുമെല്ലാം എന്നിൽ നിന്ന് അകറ്റി എന്നെ തനിച്ചാക്കി. ജയിലിൽ കിടന്ന ഓരോ നിമിഷവും എന്റെ മനസ്സ് നിറയെ സേതുമാധവൻ എന്ന നിന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ചാ ഞാൻ ചിന്തിച്ചത്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നന്ദനെ ഈശ്വരൻ തിരികെ കൊണ്ടുപോയി. അതേ സ്ഥലത്തേക്ക് സേതുമാധവനെയും പറഞ്ഞുവിടും ഞാൻ. കിട്ടിയതിനൊക്കെ പലിശയടക്കം തിരികെ കൊടുത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകൂ. ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വിളിച്ചതുകൊണ്ട് പഴയതൊക്കെ നീ ചിലപ്പോൾ മറന്നു കാണും. ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. ഹലോ സന്ദീപേ. ഇപ്പൊ എവിടെയാ? ഞാനൊന്ന് പുറത്തേക്ക് വന്നു. മണ്ഡപത്തിലേക്കൊന്ന് പോണം. എന്താടാ? ഒന്നുമില്ല. എവിടെയായാലും എഴുതി സൂക്ഷിച്ചു പോണം. പോയിട്ട് വേഗം വരാൻ നോക്ക്. ഇവനിതെന്തു പറ്റി? ഹലോ, വിളിച്ചു നോക്കിയോ നിന്റെ മൂത്ത ഏട്ടത്തിയെ? നിങ്ങൾ എന്റെ ഏട്ടത്തെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുമല്ലേ? പ്ലീസ്. എന്നെ ചതിക്കാൻ കൂടെ നിന്നവന്റെ ഭാര്യ. എനിക്ക് ഇപ്പോ വേണമെങ്കിൽ അവളെ കൊല്ലാം. അവൾക്കുള്ള ശിക്ഷ കുറച്ച് കഠിനമാണ്. അതൊരു ആക്സിഡന്റിൽ തീരുന്നതല്ല. ഈ സമയം മുതൽ താലികെട്ട് സമയം വരെയുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിന്റെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോകാൻ തുടങ്ങിയാൽ ആർഭാടമായ വിവാഹം നടക്കാനിരിക്കുന്നിടത്ത് നിന്റെ ഉറ്റവരുടെ കൂട്ടക്കരച്ചിലാവും സംഭവിക്കാൻ പോകുന്നത്. മണ്ഡപത്തിൽ നിന്റെ വിവാഹത്തിന് ഞാനും ഉണ്ടാവും. ദൈവീകമായ മുഹൂർത്ത സമയത്ത് നീ ഇഷ്ടമില്ലാതെ താലി കെട്ടുന്നത് കാണാനും വർഷങ്ങൾക്കിപ്പുറം എന്റെ ശത്രു സേതുമാധവൻ എന്നെ മുഖാമുഖം കാണുമ്പോ അയാളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവവ്യത്യാസങ്ങൾ കാണാനും. ഇതിനിടയ്ക്ക് നീ എന്തെങ്കിലും ഓവർ സ്മാർട്ട് ആയാൽ നിന്റെയും നിന്റെ തന്തയുടെയും കാര്യം പോക്ക. അപ്പോ ഹാപ്പി മാരീഡ് ലൈഫ്. ഹലോ, നീ എപ്പോ വന്നു? ഇന്ന് വെളുപ്പിന്. അപ്പം മലമുകളും അടുത്തുള്ള സ്ഥലങ്ങളും ഒക്കെ അരിച്ചു പെറുക്കി നോക്കിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലേ? ഇല്ല.
അതിത്ര നിസ്സാരമായിട്ട് പറയാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. മാഡം, ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും മേഡം കണ്ടുപിടിക്കാൻ പറഞ്ഞ ആള് അവിടെയെങ്ങും ഇല്ല. ഇനി ഏതോ ഒരാൾ രക്ഷിച്ചോണ്ട് പോയെന്ന് പറഞ്ഞില്ലേ? ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഞാൻ വിഗ്ഗും വെച്ച് കണ്ണടയും വെച്ച് മറ്റൊരാളായി വേഷം മാറി ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് കയറി ഇറങ്ങി. മന്ദരോഗത്തിന്റെ കുറെ ഗുളിക ചെലവായെന്നല്ലാതെ അങ്ങനൊരാളെ ഞാൻ അവിടെങ്ങും കണ്ടില്ല. കൊണ്ടുപോയ ആള് ചിലപ്പോ കണ്ണും കരളും കിഡ്നിയൊക്കെ മറിച്ചു വെക്കാൻ അയാളിനി തട്ടിക്കാണോ? അങ്ങനെ അവൻ മരിക്കില്ല. മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഡത്തിന് അയാളെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അവൻ മരിക്കേണ്ടത് എന്റെ ഈ കൈകൊണ്ടാ. അതാ അവന്റെ തലവിധി. അപ്പൊ മാഡം അയാളെ കൊല്ലാനാണോ സ്നേഹിക്കുന്നു പറഞ്ഞതും എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതും? അതെ, അവൻ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് എന്നായാലും ആപത്താ. ഞാൻ ആ കൊല ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എനിക്ക് ഉറപ്പാത്. മാഡത്തിന്റെ ജീവിതം മുഴുവൻ ഈ കൊല്ലും കൊലയും ആണല്ലേ?